ഒരുപാട് പരാജയങ്ങളാണ് ഒരു വിജയം ഉള്ളത് മനസ്സിലാക്കി അല്ലെ. ഒരുപാട് പരാജയങ്ങൾക്കുള്ളിലാണ് വിജയം കിടക്കുന്നത്. 10 ആളുകളെ കണ്ടാൽ ഒരാളാണ് നമ്മളെ കൂടെ വരിക. അപ്പൊ 9 പരാജയങ്ങൾ നേരിട്ടിട്ടാണ് ഒരാൾ നമ്മളെ കൂടെ വന്നിട്ടുള്ളത്. 100 ആളുകളെ കണ്ടാൽ 10 ആള് വരും. അപ്പൊ 90 പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് നമ്മളൊരു 10 വിജയം നേടിയിട്ടുള്ളത് എന്നുള്ള ചിന്ത ആദ്യമേ മനസ്സിൽ. അതുകൊണ്ട് വരാത്ത ആളുകളോ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളൊന്നും നമ്മളോട് നോ പറഞ്ഞപ്പോഴൊന്നും നമുക്കൊരു വിഷമം തോന്നിയില്ല. ഇതെന്റെ പരാജയമാണ് എന്ന് കണക്ക് കൊണ്ട് പിന്നെയും അടുത്ത ആളെ കണ്ടു, അടുത്ത ആളെ കണ്ടു, അടുത്ത ആളെ കണ്ടു. അങ്ങനെ അങ്ങനെ ഏകദേശം ഒരു 5100ഓളം വരുന്ന ഒരു മാൻ പവർ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ച് ഈ ബിസിനസ്സിന് എന്ത് നേടി ണെങ്കിൽ ഒരുപാട് നല്ല ബന്ധങ്ങൾ നേടി എന്നാണ് ആദ്യം ഞാൻ പറയാം. വേറെ വരുമാനം ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ കടം വീട്ടിയതോ ഒന്നല്ല. എന്റെ നേട്ടങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഒരുപാട് 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 ആണെങ്കിൽ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്തു. ആ ബന്ധത്തിൽ കൂടി നമ്മുടെ കുടുംബ ബന്ധത്തിനേക്കാൾ കൂടുതൽ നമുക്ക് എന്തെങ്കിലും വരാനുള്ള ആള് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നീട് കളിയാക്കിയ ആളുകളുടെ മുന്നിലേക്ക് നമുക്ക് ചെറിയ ചെറിയ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. ആദ്യം ഷെഫീഖിനെ കൊണ്ടൊന്നും പറ്റൂല, ഷെഫീഖിനൊന്നും ചെയ്യാൻ സാധിക്കൂല. സാധാരണ ഒരു മത്സ്യത്തൊഴിലാളിന്റെ മോൻ ഈ ബിസിനസ്സിൽ കോട്ടും സൂട്ടും ഇട്ട് ആളെ പറ്റിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങൾ അവന്റെ വലയിൽ പെട്ടുപോകരുത് എന്നൊക്കെ കുറെ പറയാൻ തുടങ്ങി. അതൊന്നും ഞാൻ കേട്ടില്ല. അതില് നെഗറ്റീവ് വാക്കുകൾ ഞാൻ കേൾക്കാറില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും നെഗറ്റീവ് പറയുന്ന ആളുകൾ എന്തോ ആംഗ്യഭാഷ കാണിക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്യാം. എനിക്ക് എന്റെ ചെവിയിലേക്ക് ഒന്നും കയറൂല. പോസിറ്റീവ് പറഞ്ഞിട്ടാണെങ്കിൽ ആംഗ്യഭാഷ കാണിച്ചാലും എന്തോ പറയുന്ന പോലെ ഈ ഒരു മൈൻഡ് സെറ്റ് ഞാൻ എടുത്തു എന്നുള്ളതാണ്. അല്ലാതെ നെഗറ്റീവ് പറയുന്ന ആളുകളെ വാക്കുകളും കേട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വപ്നങ്ങളവിടെ മാറ്റി വെച്ച് അവർക്ക് പിറകെ പോയിക്കുകയാണെങ്കിൽ എന്തിനാണ് ഈ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല എല്ലാം ചെയ്യുന്നത്. ഒരു ഭാര്യയും ഭർത്താവും ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ഭയങ്കര ഇഷ്ടമെങ്കിൽ പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. പക്ഷെ കെട്ടിപ്പോയി കൊണ്ടുപോകുന്നതിനെ കൊണ്ട് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്നെ ആയാലും ആ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യും, ഒരു വർക്ക് ചെയ്യും. ഒരു 21 ദിവസം അടുപ്പിച്ചിട്ടോ 21 പ്രാവശ്യം അടുപ്പിച്ചിട്ടോ ഒരാളെ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ആൾക്ക് നമ്മളോട് നോ പറയാൻ പറ്റൂല എന്നുള്ളതാണ്. അത് സയൻസ് ആണ്, അത് തെളിഞ്ഞ സാധനമാണ്. അതേമാതിരി തന്നെയാണ് നമ്മളോട് നിരന്തരം പറയുന്ന സാധനം പറഞ്ഞ് നമുക്ക് നല്ലൊരു ഹോർമോൺ അവിടെ ഫോം ചെയ്യും. ആ രീതിക്ക് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അത് ഫോണിൽ കൂടെ മെസ്സേജ് അയച്ചതിനെ കൊണ്ടോ ഫോണിൽ കൂടെ വിളിച്ചതിനെ കൊണ്ടോ കിട്ടൂല. നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്യണം. ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്താലേ നടക്കുകയുള്ളൂ. ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞ കഥകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ കഥകളും എന്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താ പറയാ, അസറ്റ് ക്രിയേറ്റ് ചെയ്തതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇതാണ്. കാരണം കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് ഞാൻ റെന്റ് ഹോമിലാണ്, വാടകയ്ക്കാണ് താമസം. കാരണം എന്റെ തറവാട്ടിൽ നിന്ന് മാറിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് എന്റെ കടങ്ങളെ പേടിച്ചുകൊണ്ടും വീട്ടിലേക്ക് ബാങ്കുകാർ കയറി വരുന്നതിനെ കൊണ്ടും ഞാൻ എന്റെ തറവാട്ടിൽ നിന്ന് ഇറങ്ങിയ കഥകളൊക്കെ ഈ മീറ്റിങ്ങിൽ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ആ ഒരു സമയത്ത് ഒരു 8-9 വർഷം മുന്നേ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം എന്താ, കടക്കാർ വരുമ്പോഴോ ബാങ്കുകാർ വരുമ്പോഴോ ഒന്നും എന്റെ ഫാദറും മദറും അത് അറിയണ്ട, അവർക്കൊരു പ്രശ്നം വരണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ എന്റെ ചെറിയ മറ്റേ മക്കളെയും കൂട്ടി ഞാനും വൈഫും വാടകയ്ക്ക് താമസം മാറി. അങ്ങനെ ഏകദേശം ഒരു 4-ാമത്തെ വീട്ടിലാണ് ഇന്ന് വാടകയ്ക്ക് ഞാൻ താമസിച്ചത്, ഇതുവരെ താമസിച്ചത്. അങ്ങനെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ പെട്ടെന്ന് ഒരു ഞാനിപ്പം ഈ കാർ ഇരിക്കുന്ന ഒരു പറമ്പ്, അതായത് ഞാൻ ഇപ്പൊ വാടകയ്ക്ക് താമസിച്ച വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പറമ്പിലാണ് ഞാൻ ഈ കാറ് വെക്കല്. എന്റെ വീട്ടിലേക്ക് കാറ് കയറൂല. കാറ് കയറാന്ന് മാത്രമല്ല ബൈക്കേ കയറുള്ളൂ, നടന്നു പോകണം. അപ്പൊ ഈ വീട്ടുകാരോട് സമ്മതം ചോദിച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ചാടി കിടക്കുക. അപ്പോ നിലവില് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോ നിങ്ങൾക്ക് അറിയാം RTC റാങ്കിലാണ്, RTC റാങ്ക് NTC റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ എന്റെ വീട്ടില് സുബീഷ് മണിൽ സാറോ ബെല്ലി സാറോ ഈ വീട്ടിൽ ഞാനൊരു പ്രോഗ്രാം വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ വിളിക്കാൻ പറ്റുന്ന ഒരു വീടോ കാര്യങ്ങളല്ല. RTC എന്നുള്ള ബാനർ ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലയബിലിറ്റീസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വരെ ഞാൻ താമസിച്ച വീട്ടിലേക്ക് ഒരു ലീഡേഴ്സിനെ ഞാൻ ക്ഷണിച്ചിട്ടില്ല. അവര് വരും എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വിദഗ്ധമായിട്ട് അത് മുടക്കും ചെയ്യും. കാരണം പണ്ടേ നമുക്ക് അറിയാലോ, ബാങ്കുകാർ വരുമ്പോഴത്തേക്ക് നമ്മള് സ്കിപ്പ് ചെയ്ത് വിടുന്നത്. അതേപോലെ പല രീതിയിൽ ഞാൻ ആളുണ്ടാവില്ല സാറേ ഞാൻ വർക്കിലാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെ ഇല്ലാക്കും. വൈഫിനോട് പറയും ബെല്ലി സാർ വിളിച്ചിട്ടാണെങ്കിൽ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാണെന്ന് പറയും.
കാരണം ഇത് ആ ലെവലിൽ ഞാൻ ഇവിടേക്ക് വരാനുള്ള ഒരു സ്പേസ് ഇല്ല, കാറ് നിർത്തിയിടാനുള്ള സ്ഥലമില്ല, വീടും സ്ഥലവും ഒക്കെ നല്ല ഏരിയയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ ഇവിടെ വണ്ടി വെച്ച സ്ഥലവും ഇവിടെ ഒരു വീടും ഉണ്ട്, ഏകദേശം ഒരു 10 സെന്റിന്റെ അടുത്തുണ്ട്, 9.25. ഇവിടെ സെന്റിന്റെ വില എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 8 ലക്ഷം റുപ്യാണ് ഒരു സെന്റ് ഭൂമിക്ക്. 9.25 ചോദിച്ചാൽ 8 ലക്ഷം റുപ്യ കണ്ണും പൂട്ടി എന്തായാലും കൊടുക്കണം, വാങ്ങാൻ ആൾക്കാരുണ്ട്, അങ്ങനത്തെ ഒരു ഏരിയയിലാണ്. അങ്ങനെ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞാൻ ഈ നിൽക്കുന്ന വീട് ഒയ്യാനായി. ഇവിടെ ഒരു വീടും സ്ഥലമുള്ളിൽ ഇവിടെ വീട്ടില് ഒരു ഹൈലൈറ്റ് മാളിൽ വർക്ക് ചെയ്യുന്ന ഒരു 3-4 പയ്യന്മാരാണ് ഇവിടെ താമസം. ഇവിടെ വലിയ റെന്റും കൊടുക്കണം. ഞാൻ നിൽക്കുന്നത് 10,000 റുപ്യ റെന്റിലാണ്. ഇവിടെ അപ്സ്റ്റെയർ വീടാണ്. ഇവിടെ 25,000 റുപ്യ റെന്റാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവർ ഇവിടെ ഒഴിഞ്ഞ സമയത്ത് ഞാൻ വെറുതെ ഇവിടുത്തെ ബ്രോക്കറോട് ചോദിച്ചു ആ വീട് വാടകയ്ക്ക് നമ്മൾ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ അറിയണ്ട 25 റുപ്യ വാടകയ്ക്ക്, അത് എനിക്ക് നടക്കൂല, എനിക്ക് നടക്കൂല എന്ന് ഉറപ്പാ, കാരണം ഞാൻ വെറുതെ ചോദിച്ചു നോക്കിയാണ്. അപ്പൊ നടക്കൂലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു എനിക്ക് 20 വാടക കൊടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അത് വാങ്ങി തരാം, അത്രയും നല്ല വീടാണ്, സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, വാടക നമ്മൾ നോക്കണ്ട പറഞ്ഞു. അങ്ങനെ അതിന്റെ ഓണർ ഒരു പെണ്ണാണ്. ഇവിടെ അവള് UK-യിലാണുള്ളത്. ആളുടെ ഭർത്താവിന്റെ അച്ഛൻ ഇവിടെ കോഴിക്കോട് പൊറ്റമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൂപ്പര് ഒരു മിലിറ്ററിക്കാരനാണ്, റിട്ടയർഡ് മിലിറ്ററിയാ. മൂപ്പര് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങേറ്റ് നല്ല കമ്പനിയാണ്. കാരണം കമ്പനി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കാറ് വെക്കാൻ മൂപ്പരെ കയ്യും കാലും പിടിച്ചിട്ടാണ് കാറ് കയറ്റി വെച്ചത്. അപ്പൊ ഞാൻ ഇവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ആരെങ്കിലും വന്നാലും ഇവിടേക്ക് ഇതാക്കാക്കും, ഇവിടുത്തെ കാടും ഇതൊക്കെ വെട്ടി തെളിച്ച് അങ്ങനെയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന പിന്നെ നല്ല കാര്യം. അപ്പൊ വെറുതെ എന്നോട് പറഞ്ഞ് ഷെഫീഖ് വന്ന് ഇങ്ങനെ നിൽക്കാനല്ലോ, മൂപ്പർക്ക് ഒരു ബ്ലോക്ക് ഇപ്പൊ കഴിഞ്ഞ് ഇത് വീടും സ്ഥലവും നമ്മൾ കൊടുക്കാൻ പോവാണ്, അപ്പൊ ആരെങ്കിലും നല്ല പാർട്ടി ഉണ്ടെങ്കിൽ നീ പറയാണ്ടിന്ന് പറഞ്ഞു. ബ്രോക്കറും ഉണ്ടാ നേരം. അപ്പൊ ഞാൻ ബ്രോക്കറോട് പറഞ്ഞു എത്ര പേര് അവര് ചോദിക്കണെന്ന് ചോദിച്ചു. അപ്പോ 85 ലക്ഷം റുപ്യ നെറ്റ് കൈമ കിട്ടിക്കുകയാണെങ്കിൽ കൊടുക്കുന്നതാണ്. 85 ലക്ഷം റുപ്യ നെറ്റ് കൈമ കിട്ടിക്കുകയാണെങ്കിൽ അതല്ല അതിന്റെ മേലെ അവിടെ കിട്ടും, അത് ഉറപ്പാ. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞൊരു 60-65 നെറ്റാണ് എനിക്ക് അങ്ങോട്ട് എടുക്കേനിന്ന് പറഞ്ഞു, വെറുതെ പറഞ്ഞതാ. അങ്ങനെ സംസാരിച്ച് 73 ലക്ഷം റുപ്യക്ക് ടോക്കൺ കൊടുത്ത് കച്ചവടം അടിച്ച് ഈ മാസം 1-ാം തീയതി ഓഗസ്റ്റ് 1-ന് ഞാൻ അങ്ങോട്ട് താമസം മാറി. ഞാനിപ്പോ ആ വീട്ടിൽ ആ വീടും സ്ഥലവും പറമ്പും എടുത്ത് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. 74 ലക്ഷം റുപ്യ കൊടുത്തിട്ട് വീട് ഇവിടെ എടുത്ത് പൈസ എങ്ങനെ ഉണ്ടാക്കുന്നോ എന്ത് കാട്ടുന്നു ഒന്നും എനിക്കറിയില്ല. പക്ഷെ അതിവിദഗ്ധമായിട്ടുള്ള അഗ്രിമെന്റ് ഒക്കെ ആണ് ഞാൻ എഴുതി. ആ കഥ ഞാൻ പറയുന്നില്ല. അഗ്രിമെന്റ് ഒക്കെ എഴുതി കുറച്ച് പേയ്മെന്റ് കൊടുത്ത് ബാക്കി പൈസ കൊടുക്കണം. അതിനെന്തെങ്കിലും ഒരു വഴി കാണും. ഇതുവരെ അങ്ങനെയാണല്ലോ നമ്മള് അപ്പുറത്ത് ഡയമണ്ട് എത്തും എന്ന് വിചാരിച്ചിട്ട് ഡയമണ്ട് നാളാവും വിചാരിച്ച് കയറി വരുന്നതല്ലേ, പിന്നെ അങ്ങോട്ട് ആവണതാ. അപ്പൊ അതേപോലെ കയറി എടുത്തു. എനിക്ക് ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കാരണം സ്വന്തം വീട്ടിന്റെ ചാരടിമ കുത്തിന്നിട്ട് ഒരു കട്ടൻ ചായ കുടിക്കാന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വലുതൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഇന്ന് എനിക്ക് ഒന്ന് 11-ാം തീയതിയാണ്, ഈ 11-ാം തീയതി വരെ ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. ഞാൻ ആദ്യം പറയണ്ടൊന്ന് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയണം എന്നുള്ളത്. സുഖമായിട്ട് ഉറങ്ങി സത്യം. ഞാനൊരു 10-11 ആകുമ്പോഴത്തേക്ക് കടന്നു നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. തൊട്ട മുന്നിലുള്ള വീട്ടിലുണ്ടല്ലോ, എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല. ഇവിടെ സത്യത്തിൽ പൈസ കൊടുക്കാനുണ്ട്. ഇവിടെ ഇനി ഏകദേശം ഒരു 10-45 ലക്ഷം റുപ്യ, ഒരു 50 ലക്ഷത്തിന്റെ അടുത്ത് ഇവിടെ കൊടുക്കാനുണ്ട്. പക്ഷെ ഈ 50 ലക്ഷം കൊടുക്കുന്ന ആലോചിച്ചിട്ട് എനിക്കിപ്പോ ഒരു ടെൻഷൻ ഇല്ലാത്തത്, ഒന്ന് സമയമുണ്ട്, രണ്ടാമത് എന്തെങ്കിലും ഒരു വഴി കാണും. അങ്ങനെ തന്നെയാണ് നമ്മള് വാങ്ങണം എന്ന് ഉറപ്പിച്ച് വിജയിക്കണം എന്ന് ഉറപ്പിച്ച് നിന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് ഊരിത്തിരിഞ്ഞ് നമുക്ക് വരും, നമ്മൾ അതിലേക്ക് എത്തും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് 8 വർഷത്തോളം എന്നെ കളിയാക്കിയ ആളുകള്, എന്നെ കുറ്റപ്പെടുത്തിയ ആളുകള്, എന്നെ പരാതി പറഞ്ഞ ആളുകൾ, എന്നെ തള്ളി പറഞ്ഞ ആളുകൾ, എന്റെ കുടുംബത്തിൽ ഓരോ ആളുകളുടെയും വീട്ടുതാമസങ്ങൾ നടക്കുമ്പോൾ, ഹൗസ് വാമിങ്ങൾ നടക്കുമ്പോൾ, ആ ഹൗസ് വാമിങ് നടക്കുന്ന ആളുകൾ സന്തോഷിച്ചതിനായിട്ടും കൂടുതൽ ദുഃഖിച്ചത് ഞാനായിരുന്നു. കാരണം എനിക്ക് വീടില്ലാത്ത ടെൻഷനെ കൊണ്ടല്ല. ആ ഹൗസ് വാമിങ്ങിന് പോയിരിക്കുമ്പോൾ അവിടുന്നുള്ള കുത്തുവാക്കുകൾ, ഒന്ന് ലേശം നേരത്തെ അനിയന്റെ വീട്ടുതാമസത്തിന് പോകുമ്പോൾ അവിടുന്ന് ഷെഫീഖെ അനക്കെന്താ വിടാത്തത്, നീ ഇതങ്ങനെ നടന്നോ എങ്ങനെ നടന്നോ എന്ന് പലതും പറഞ്ഞിട്ട് എന്റെ വൈഫ് വീട്ടിൽ വന്നിട്ടാണെങ്കിൽ പറയും എന്താ ചെയ്യാ, ഞാൻ ഈ ഒരു പരിപാടിക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഇല്ലട്ടോ, അവിടെ ഇല്ലട്ടോ, ഇവിടെ ഇല്ലട്ടോ എന്ന് പറയും, ഞാൻ കല്യാണത്തിന് ഉണ്ടാവില്ല എന്നൊക്കെ പലതും പറഞ്ഞിട്ട് തള്ളിയിട്ടു. ഞാൻ എല്ലാം അടക്കി ആവും എന്ന് പറഞ്ഞു പോയി. ബാക്കിയുള്ള ഇടയും പോയിക്കാണെങ്കിലും മോനെ ഷെഫീഖ് എനിക്ക് മൂത്തതൊരു മോളാണ്, ഇന്ന് 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വരുന്ന 5-6 കൊല്ലം കൊണ്ട് അവളുടെ കല്യാണം കഴിയുമ്പോൾ അവൾക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, പൂതി ഉണ്ടാവില്ലേ, അവളെ കെട്ടിച്ചു വിടണ്ടേ, ആരാ ഉണ്ടാവുക. ഇങ്ങനെ പലതും പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ എന്താ പറയാ കുത്തി നോവിച്ച പല ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഞാനൊന്ന് ഒരു പറഞ്ഞുതരാം. ഇന്ന് എന്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയ ഏതൊരാളും കാട്ടിയും ടോപ്പ് സ്ഥലത്തുള്ള വീട്, എല്ലാരും സ്ഥലത്തിന് വാങ്ങിയത് സെന്റിന് 3 ലക്ഷം, 3.5
ലക്ഷം കൊടുത്ത് വാങ്ങിയ 4 സെന്റിന് 4.5 സെന്റിനാണെങ്കിൽ ഷെഫീഖ് വാങ്ങിയത് സെന്റിന് 8 ലക്ഷം വില കൊടുത്ത് 10 സെന്റ് സ്ഥല, അതും അടുത്ത വീടും ഫ്ലാറ്റ് ഉണ്ടാക്കാനുള്ള ലെവലിൽ തന്നെയാണ് പടച്ചോയ്ക്ക് ഇത് കൊണ്ടുതന്നത്. നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ചരിത്രം മാറും. എനിക്ക് എത്ര ഇതിൽ പറയാനുള്ളൂ. നിങ്ങൾ ഇന്ന് നിൽക്കുന്ന സാഹചര്യത്തിനെ വെച്ചിട്ട് മൈ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ അളക്കരുത്, നിങ്ങളെ ബിസിനസ് നിങ്ങൾ അളക്കരുത്. നാളുകൾ ഇതിനേക്കാൾ വലിയ അച്ചീവ്മെന്റ് നിങ്ങൾക്ക് വരാനുണ്ടെന്ന് ആദ്യം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നാളെ എൻ്റെ അമ്മന്റെ അനിയത്തിന്റെ മോളുടെ എൻഗേജ്മെന്റ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന ടവറിൽ. അവിടെ നാളെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്. നാളെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഷെഫീഖ് ആദ്യമായിട്ട് സന്തോഷത്തിലൊരു പ്രോഗ്രാമിന് പോകാൻ പോവാ. കാരണം അവിടുന്ന് ഒരാളും എന്നെ പറയല, ഒരാളും എന്നെ കുത്തൂല. ഇനി പറയാൻ പോകുന്നത് എന്താ അറിയോ? ഓൻ എടുത്ത വീട് ഏതായാലും ടോപ്പാ, ഓൻ എടുത്ത വീടും സ്ഥലവും അടിപൊളിയാ, പല ആൾ കണ്ടുള്ള സ്ഥലം, ഓൻ എന്തായാലും ആഗ്രഹിച്ചത് നേടി എന്നാണ് പറയാൻ പോണത്. ഇന്ന് നാളെ എൻ്റെ പെണ്ണുങ്ങൾക്കും മക്കൾക്കും സുഖസുന്ദരമായിട്ട് ഭക്ഷണം കഴിച്ച് പോരാൻ പറ്റും, പരിപാടിക്ക് പോരാൻ പറ്റും. എനിക്ക് അത് മതി. ഈ രീതിയിലൊക്കെ ഉള്ള അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. അത് പറയുകയാണെങ്കിൽ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ ദൈവം നിങ്ങളെ കൂടെ നിൽക്കും. നിങ്ങൾ ആത്മാർത്ഥം അല്ലാതെ ചെയ്യണമെന്ന് വെച്ചിട്ടാണെങ്കിൽ ദൈവം പോയിട്ട് നിങ്ങളെ നാട്ടുകാരോ വീട്ടുകാരോ കുടുംബക്കാരോ കൂട്ടക്കാരോ കൂടെ നിൽക്കൂല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളൊക്കെ കഴിഞ്ഞ 5-5.5 വർഷമായിട്ട് നിങ്ങൾ ഇന്നലകളിൽ വരെയുള്ള കഥകൾ കേട്ടത് എന്താ? എന്റെ കടവും ബാധ്യതയും പ്രശ്നങ്ങളും അല്ലേ? ഇന്ന് കടവും ബാധ്യതയും വെച്ചും കൊണ്ടാണ് ഞാൻ ഈ സാധനം നേടിയത്. അത് എന്ത് കോൺഫിഡന്റാ! ഒരു 50,000 രൂപ മാസത്തിൽ സാലറി കിട്ടുന്ന മാസത്തിൽ 20,000 രൂപ അടവുള്ള കാർ എടുക്കാൻ പറ്റുമോ? അതിനുള്ള കോൺഫിഡന്റ് ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. 50,000 എല്ലാ മാസവും കിട്ടുന്ന ഉറപ്പുള്ള ശമ്പളപ്പണി ഉണ്ടെങ്കിലും മാസത്തിൽ ഒരു 20-25 ഉറുപ്പ്യ അടവടച്ചിട്ട് ഒരു കാർ എടുക്കാൻ ഇവിടെ ധൈര്യപ്പെടും ആരെങ്കിലും? ഒരിക്കലുമില്ല. എന്നാൽ ഈ ബിസിനസിന്റെ പ്രത്യേകത എന്താ? ഇവിടെ മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇന്ന് വന്ന പുതിയ ആളുകളോട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ഇരിക്കുന്ന 39-40 ആളുകൾക്ക് ഇല്ലാത്ത ബാധ്യതയായിട്ട് കയറി വന്ന ഒരാളാണ് ഈ ബിസിനസ്സിലേക്ക്. ഏകദേശം 55 ലക്ഷത്തോളം കടബാധ്യതയും വെച്ചിട്ട് 2019 ലാസ്റ്റിലായി ബിസിനസ്സിലേക്ക് വന്നത്. 2019 ലാസ്റ്റിലേക്ക് ബിസിനസ്സിൽ വന്നത്. എങ്ങനെയാണ് ഒരാൾ അച്ചീവ്മെന്റ് നേടുന്നത് വെച്ചാൽ ആദ്യം എങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന കമ്മിറ്റ്മെന്റ് എന്നുള്ളതാണ്. എന്ത് ചെയ്തു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്ത് വന്നിട്ട് ഈ ബിസിനസ്സിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല എന്നുള്ളത്. പല ആളുകളും പറയും, ഞാൻ GTSന് പോയല്ലോ, മീറ്റിങ്ങിന് പോയല്ലോ, ഹോം മീറ്റിംഗ് നടത്തിയല്ലോ. നിങ്ങൾ എന്ത് നടത്തി എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എന്ത് അത് ചെയ്തിട്ടില്ല എന്നുള്ളതിന് ശക്തമായിട്ടൊരു കാരണം ഉണ്ടാവില്ലേ? നിങ്ങൾ ഉള്ളൊന്നും നിങ്ങൾ ചോദിക്കും. നിങ്ങളോട് ചോദിക്കുകയാണ് ഒരാൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ മനസ്സാണ്, നിങ്ങൾ തന്നെയാണ്, നിങ്ങളെ സോളാണ്. ആത്മാവ് എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങളെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ തന്നെയാണ്. ഒരു ഫോട്ടോ എടുത്തുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കുക നമ്മളെ ഫോട്ടോ ആണ്. എന്നിട്ട് പറയാ, സാറേ ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ ഓരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, വീട്ടിൽ സപ്പോർട്ടില്ല, വെറുതെ പറയണം. നിങ്ങളുടെ ഉള്ളു ക്ലിയർ ആയിട്ടില്ല. ഞാനതേ പറയും, നമ്മുടെ ഉള്ളു ക്ലിയർ ആയിട്ടില്ല. പറക്കണമെങ്കിൽ ഒരു ആകാശം വേണ്ടെന്ന് പറഞ്ഞ കേട്ടില്ലേ? നമുക്ക് പറക്കണമെങ്കിൽ ഒരു ആകാശം വേണ്ട, നമ്മുടെ ഉള്ളിൽ ഒരു ആകാശമാക്കി നമുക്ക് പറക്കാൻ വേണ്ടി സാധിക്കും. എന്നൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലോ നിങ്ങൾ എന്താ പറയാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വീട്ടില് അരി വാങ്ങാനും പൈസ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഈ ബിസിനസ്സിലെ പിടിച്ചു നിന്നിട്ടുണ്ട്. കുടുംബക്കാർ വീട്ടിൽ വന്നിക്കുകയാണെങ്കിൽ വരുന്നുണ്ട് പറഞ്ഞിക്കുകയാണെങ്കിൽ ഞാൻ നൈസായിട്ട് മുങ്ങും. വൈഫോ വേറെ ഒരു നമ്പർ വിളിച്ചാലും ഞാൻ പിന്നെ എടുക്കുകയല്ല. ഒരു 2 മണിക്കൂറിലേക്ക് ഞാൻ എടുക്കൂല. അത് കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കുക, പ്രത്യേകിച്ച് എന്താ വിളിച്ച ഫോൺ സൈലന്റ് ആയി പോയത്. ഓക്കെ എന്നെ പാർട്ടി അറിയുന്നതിനെ കൊണ്ടുള്ള പറയും, സൈലന്റ് ആയത് നന്നായി, ഏതായാലും ഒരു പോയിക്കിന് പറഞ്ഞു ഉള്ള തൽക്കാലം ഞാൻ വെള്ളം കൊടുത്തിരുന്നില്ല, അപ്പുറത്തെ ചേച്ചിനോട് പഞ്ചസാര വാങ്ങിക്കുന്നു, ഇപ്പുറത്തെ ചേച്ചിനോട് മറ്റേ മിച്ചർ വാങ്ങിക്കുന്നു എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് എനിക്ക്. അതിനൊക്കെ മറികടന്ന് വന്നില്ലേ? മറികടക്കാൻ നമ്മൾ അങ്ങോട്ട് ഏറ്റെടുക്കുക. എന്താണ്, എങ്ങനെ മരണപ്പെടും എന്നുള്ള ലെവലിലായിരുന്നു 2018 മുതൽ ജീവിച്ചത്. 2018 മുഴുവൻ 2019 ലാസ്റ്റ് വരെ ഒരു 2 കൊല്ലത്തിനിടയിൽ ആത്മഹത്യ ചെയ്യാൻ പേടിയായത് കൊണ്ടാണ് അതിലേക്ക് പോകാൻ. അല്ലെങ്കിൽ ചിന്തിക്കാൻ എത്രയോ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും? കാരണം ഒരു ഐഡിയ ഇല്ല, ഒരു രക്ഷയില്ല. ഒറ്റ പ്രാർത്ഥനയുള്ള ഒരേ സമയത്ത് 2-3 ബാങ്കുകാർ വീട്ടിലേക്ക് വരരുത്. ഓരോ ബാങ്കുകാർ മാത്രം വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. 2-3 ബാങ്കുകാർ വന്നിട്ടാണെങ്കിൽ പ്രശ്നം. ഇപ്പൊ അത് കഴിഞ്ഞ ഒരു കറക്റ്റ് 31-ാം തീയതി എന്റെ ഗോകുലത്തിന്റെ ഒരു കേസ് ഞാൻ ക്ലോസ് ചെയ്തു. ഇങ്ങനെ ഓരോന്ന് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നേടാൻ ഇവിടെ അതുകൊണ്ട് ഇത് ചെയ്യല്ലാതെ രക്ഷയില്ല. ഒറ്റക്ക് 1000 ഡെയിലി 1000-2000 കൂലി തരുന്ന, മാസത്തിൽ ശമ്പളം തരുന്ന ഒരു പണി എടുത്തിട്ട് ഞാൻ കാര്യമില്ലാന്ന്. എന്ന് നീട്ടാനാ? ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, എത്ര നന്ദി പറഞ്ഞാലും തീരൂല. ഈ ബിസിനസ്സിലേക്ക് അവസരം തന്നതിനും എന്നെ ഈ ഭൂമിയിലേക്ക് പിറക്കാൻ സാധിച്ച എന്റെ ഉപ്പയും ഉമ്മയും ദൈവത്തോടും നന്ദി പറഞ്ഞാൽ തീരൂല. അത്ര ഇതാണ്.
നന്ദി പറയേണ്ടത് നമ്മള് എന്താ പറയാ രക്ഷപ്പെട്ടിട്ടുമല്ലോ. ഞാന് പ്രത്യേക ഒരു മൈൻഡിൽ ജീവിക്കുന്ന ഒരാളാണ്. പ്രത്യേക ഒരു മൈൻഡ് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ എന്നോട് എനിക്ക് നെഗറ്റീവുകൾ ഇഷ്ടമല്ല എന്നല്ല, നെഗറ്റീവ് പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കേൾക്കൂല. ഒന്ന്. ഇനി രണ്ടാമത് എന്നോട് എത്ര കണ്ട് നെഗറ്റീവ് പറയുകയാണെങ്കിലും ഞാൻ അത് പോസിറ്റീവ് ആക്കി എടുക്കും ചെയ്യും. അത് ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ അങ്ങനെയൊക്കെ തന്നെയാ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നെഗറ്റീവ് വരണമെന്നും എന്റെ വിഷയമല്ല. പക്ഷെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആ ഒരു സമയത്ത് വന്നു. കാരണം അത്രയും കടബാധ്യതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും. വേറെന്തെങ്കിലും കളിച്ചിട്ടാണെങ്കിൽ വേണ്ടില്ല, വേറെന്തെങ്കിലും ചീട്ടുകളിയോ കള്ളുകുടിയോ വേറെന്തെങ്കിലും ഇതിൽ കൂടിയാണ് നമ്മളെ പണം പോയതെന്ന് വെച്ചിട്ടാണെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയൊന്നുമല്ല. ബിസിനസ് ഒരു ലഹരിയാക്കിയത് കൊണ്ട് ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ഒരു അടിയാ. 1000 ഇവിടുന്ന് വാങ്ങി, 1000 അവിടുന്ന് വാങ്ങി, അപ്പുറം കുഴി കുത്തി ഇപ്പുറം കുഴി കുത്തി അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഈ ബിസിനസ്സിലേക്ക് വന്നത്. ഈ ഉൽപ്പന്നങ്ങൾക്ക് അപാരമായ റിസൾട്ട് നിങ്ങൾക്കും എനിക്കും അറിയാം. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മളെ പലരും പരാജയപ്പെടുന്നതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് ഈ മൈ ലൈഫ് സ്റ്റൈൽ വന്നിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഭയങ്കര റിസൾട്ടാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ തമാശ പറയല്ല. കാരണം പ്രൊഡക്റ്റ് നന്നായത് കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് നല്ലതാണ് നല്ലതാണ് അടിപൊളിയാണ് നമ്മളങ്ങോട്ട് തേടി വരുന്ന വിചാരിച്ച് നടക്കുക. മറ്റുള്ള പല കമ്പനികളും ഒരു പ്രൊഡക്റ്റും ഇല്ലായിട്ട് ഇവർക്ക് ഭയങ്കര വരുമാനമാണ്. കാരണം എന്താ അറിയോ? അവിടെ മാൻ പവർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് വരുമാനം ഉണ്ടാക്കുന്നത്. ഒരു പ്രൊഡക്റ്റും ഇല്ലാത്തതിനെ കൊണ്ട് ഒരു പുതിയ പുതിയ ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. നമുക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ടായത് കൊണ്ട് നമ്മൾ ആരെടുത്തേക്കും പോകുന്നില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ ഇട്ടേക്ക് പോകും. ഇതാണ് നമ്മൾ ആ പ്രശ്നം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം നമ്മളെ ഉൽപ്പന്നങ്ങൾ റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. ഫീൽഡിലാണ് ഇനിയും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോകുന്ന ആളുള്ളത്. ഷെഫീഖ് എന്ന വ്യക്തിനെ രക്ഷപ്പെടുത്താനും എന്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താനും ഇനിയും ഫീൽഡിലാണ് ആളുകളുള്ളത്. വന്ന ആളുകളിലില്ല, വരാനിരിക്കുന്ന ആളുകളാണ് ഇനിയുള്ളത്. അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചു നോക്കി. തീർച്ചയായിട്ടും വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇതൊന്നല്ല നമ്മൾ അച്ചീവ്മെന്റ്. ഇനിയും ഞാൻ ഇന്നിങ്ങനെ എടുത്തതാണെങ്കിൽ എന്റെ കൂടെ വന്ന 10,000 നാളെ രക്ഷപ്പെടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ കൂടെ വന്ന ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളുടെ മുന്നിൽ കൂടെ വരുമ്പോഴുള്ളതൊരു കോലങ്ങൾ കണക്കൂട്ടിയേക്ക്. കഴിഞ്ഞ ദിവസം പല്ലി സാർ എന്നോട് പറഞ്ഞു, ഷെഫീഖേച്ചി വന്നൊരു കോലവും ഈ ബിസിനസ്സും ഒന്നും നമ്മൾ മറക്കൂലടാ എന്ന് പറഞ്ഞു. ഇന്ന് നീ അത് സഞ്ചരിക്കുന്ന രീതി മാറി. കളിയാക്കി 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 കുറ്റപ്പെടുത്തുന്ന ആളുകളെ മുന്നിലേക്ക് മഹീന്ദ്ര താറ് എന്ന് പറഞ്ഞ കാർ എനിക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചില്ലേ? അത്രയും കടം വെച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഒരൊറ്റ തീരുമാനം എടുത്ത് എന്ത് വന്നൊക്കെയാണെങ്കിലും കളിയാക്കി മുന്നിലേക്ക് വണ്ടി എടുക്കണം. 2,10,000 2,10,000 എന്നുള്ള എമൗണ്ട് സകല ആൾക്കാരോടും പറഞ്ഞു നടന്ന് നാട്ടിലൊക്കെ അത് പാട്ടായത് കൊണ്ട് എല്ലാവരും പറയാൻ തുടങ്ങി SSLCക്ക് 210 മാർക്ക് കിട്ടാത്ത ഷെഫീഖാണ് 2,10,000 വാങ്ങാൻ പോണത്. ഓന്റെ വാക്കിലൊന്നും കേക്കല്ലേ. ഓൻ SSLC പാസ്സാവാത്ത ആളാണ്. പാലായി സ്കൂളിൽ തോറ്റിട്ട് ലഡു കൊടുത്ത ഒരേ ഒരു മനുഷ്യൻ അത് ഷെഫീഖാണ്. അവനോട് നിങ്ങൾ പറ്റിക്കുകയാണ്. ഓന് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന ആള് ഒരു വാശി അങ്ങ് കയറി. അതുകൊണ്ടുണ്ടല്ലോ വാങ്ങിയ കാറിന്റെ നമ്പർ 210 SSLCക്ക് 210 കിട്ടണതാണോ കൊണ്ട് നടക്കുന്ന ബ്രാൻഡ് വണ്ടിക്ക് ഒരു 210 നാട്ടുകാർക്കായിട്ട് കാണിച്ചു കൊടുത്തത്. അതങ്ങോട്ട് ക്ലിക്കാക്കി 2-3 വേദിയിൽ അതങ്ങോട്ട് സംസാരിച്ച് ഏകദേശം കുറെ ആൾക്കാർ ആ വീഡിയോ ഇവിടുന്ന് അവിടുന്ന് ഒക്കെ കണ്ട് ഇപ്പൊ ഏകദേശം ആ വർത്താനം നിർത്തി. കാറക്കാർക്ക് എടുക്കുക ലോൺ കിട്ടൂലേന്നായി. പിന്നെ കാർ ഇപ്പൊ നമുക്ക് എടുക്കുക 1,00,000 കൊണ്ട് കൊടുത്താൽ ലോൺ എടുക്കുക. വണ്ടി 1,00,000 1,50,000 കൊടുത്താൽ വണ്ടി കിട്ടും. അത് മാസത്തിൽ 22,800 വെച്ച് അടച്ച് കൊണ്ടുനടക്കാനാണ് പാട്. അത് എനിക്ക് മനസ്സിലായില്ല. ഇനി അടുത്തത് കഴിഞ്ഞപ്പോ വീടെടുത്ത് ഇപ്പൊ കുറച്ചാൾക്കാരൊക്കെ കുറെ ആൾക്കാർ പോസിറ്റീവായി, കുറെ ആൾക്കാർ പറയാൻ തുടങ്ങി ഓനെന്തോ വേറെ പരിപാടി ഉണ്ട് കേട്ടോ. ആ വേറെ പരിപാടിയാണ് ഇത് ചെയ്യുന്നത് അല്ലേ? ഓനെന്തോ വേറെ പരിപാടി ഉണ്ട്. ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാരോ? ആളുകളുടെ വായ മൂടിക്കെട്ടിയിട്ടാണ് മൈലേജ് സ്റ്റൈൽ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നോളി. നിങ്ങളെ സ്റ്റെപ്പ് പോലും പുറത്തേക്ക് ഇറങ്ങരുത്. കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുക. അതുണ്ടാവും. വലിയ ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് പോണ വെച്ചാൽ വയൽ കുരയ്ക്കുന്ന എല്ലാ നായികളെയും കല്ലെടുത്തറിയാൻ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തൂല. അത് നിങ്ങളത് മനസ്സിലാക്കുക. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും ജീവിതത്തില്. പ്രയാസത്തോടൊപ്പം തന്നെയാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് സൃഷ്ടാവ്. ആ പ്രയാസങ്ങളും എളുപ്പങ്ങളും ഒക്കെ ഉണ്ടാകും. പ്രയാസങ്ങൾ തരൂല എന്നുണ്ടെങ്കിൽ ഏത് മതത്തിലാണെങ്കിലും കൃഷ്ണന് ബുദ്ധിമുട്ടുണ്ടാവില്ലേനും, ശ്രീരാമന് ബുദ്ധിമുട്ടുണ്ടാവില്ലേനും, മുഹമ്മദ് നബിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേനും. ദൈവം എന്ന് പറഞ്ഞാൽ ഈ മഹാത്മാക്കൾക്കൊന്നും ബുദ്ധിമുട്ട് കൊടുക്കൂലായിരുന്നു. ഇവർക്കൊക്കെ ഇവര് ജീവിച്ച കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും സാധനങ്ങളും ഒക്കെ കൊടുത്തിട്ടില്ലേ? അതൊക്കെ സഹിച്ചിട്ടും ഒരുപാട് കഥകൾ ഉണ്ടാക്കിയിട്ടും അതായത് ആ കഥകളിൽ കൂടെ ചരിത്രം കൂടെ പഠിക്കാൻ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലേ? ഇത് നിനക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഉണ്ടാവും എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തില്ലേ? യേശു ക്രിസ്തുവിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലേ? എല്ലാവർക്കും ഉണ്ടായിട്ടില്ലേ? ദൈവം നമുക്ക് മാത്രം ബുദ്ധിമുട്ട് തരാതെ വെക്കൂ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഇഷ്ടം പോലെ ദാസന്മാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലേ? പക്ഷെ അതിനൊക്കെ മറികടന്നില്ല അവര്. ഒരുപാട് മറികടന്നില്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ?
അപ്പൊ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള മനസ്സുണ്ടാക്കി എടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല ഈ ബിസിനസ്സിൽ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ 2,10,000 നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാം കിട്ടുന്നേ. പലരും ആഗ്രഹിച്ച ജീവിതമാണോ ലൈഫ് ജീവിച്ചു തീർക്കുന്നത്? ഈ മൈ ലൈഫിന്റെ പോട്ടെ, നിങ്ങളുടെയൊക്കെ ലൈഫ് ജീവിച്ചു തീർക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങളൊക്കെ അമ്മമാരോടും ഉമ്മമാരോടും അച്ഛന്മാരോടും ഉപ്പമാരോടും ഒന്ന് പോയി ചോദിച്ചു നോക്കണം. വെറുതെ ഇരിക്കുമ്പോ, അമ്മ അച്ഛ, നിങ്ങൾക്കൊക്കെ ടൂർ പോകാനൊക്കെ ആഗ്രഹം ഉണ്ടായിനോ? ഇന്ന സ്ഥലം കാണാൻ ആഗ്രഹം ഉണ്ടായിനോ? ഒരാഗ്രഹം ഇല്ലാന്നാണോ പറയാ? ആഗ്രഹമൊക്കെ ഉണ്ടായി മോളെ, പൈസ ഇല്ലാത്തതുകൊണ്ട് പോയില്ല എന്നാണോ പറയാ? എന്താ പറയാ? അവർ ഈ ഇന്നത്തെ വാർത്താ ലോകവും പലതും കേൾക്കുന്നില്ലേ? അവരുടെ കൂടെ പഠിച്ചതോ കൂടെ ഉള്ളതോ ഫ്രണ്ട്സുകളോ പോയിട്ട് കഥകൾ കേൾക്കുന്നില്ലേ? അന്നേരം നമ്മളെ അമ്മ ഉമ്മ എന്താ ചെയ്യാ? അച്ഛൻ്റെ അടുത്ത് പൈസ ഇല്ല മക്കളെ, അതുകൊണ്ടാ പോവാത്ത്. പോയിട്ട് കാര്യമില്ല. ഊട്ടിയിലൊക്കെ എന്റെ അമ്മ എന്നോട് ചോദിച്ചു, ഊട്ടിയിലൊക്കെ ഭയങ്കര തണുപ്പല്ല, അതിനെ കൊണ്ട് പോയില്ലാന്ന്. ഊട്ടി എന്ന് പറഞ്ഞാൽ തന്നെ തണുപ്പാ. തണുപ്പോണ്ടാ പോവാത്ത്? അല്ല, പണമില്ലാത്തത് കൊണ്ടാ. പണമില്ലാത്തതിന്റെ പേരിൽ എത്ര എത്ര ആഗ്രഹങ്ങൾ നമ്മുടെ അമ്മ അച്ഛന്മാരും ഉപ്പമാരൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാകും. ഓര് നമുക്ക് വേണ്ടി എഫേർട്ട് ഇട്ടില്ലേ, നമ്മളൊരു കരക്കെത്തിക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളെ മക്കൾ ഇനി അങ്ങനെ ആകരുത്. നമ്മളെ മക്കൾ കാണണം, അവരെ കൂട്ടി കൊണ്ടുപോകാൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, നമുക്കും പോകണം. ഈ ബിസിനസ്സിൽ വന്നിട്ട് 10 കൊല്ലം കൊണ്ട് ITC ആയാലും ആരും ചോദിക്കൂല. 15 കൊല്ലം കൊണ്ട് ITC ആയാലും ആരും ചോദിക്കില്ല. ഞാൻ ഇപ്പോ 2028 NTC ആണെന്ന് വെച്ചാൽ എന്നോട് ആരും ചോദിക്കൂല, പുറമക്കാര്. എന്താ 2028 NTC ആയത് എന്നാരെയും ചോദിക്കുമോ? പക്ഷെ അത് 2025 തന്നെ ആവുകയാണെങ്കിലോ, അത് നമുക്കല്ലേ നേട്ടമുള്ളത്. 1,00,000 റുപ്യ ഒരു മാസം കൊണ്ട് കിട്ടണതും 10 മാസം കൊണ്ട് കിട്ടണതും വ്യത്യാസമില്ലേ? എല്ലാം കഴിഞ്ഞ് വയനാട്ടിൽ ഒരു RTP നടക്കുന്നുണ്ട് അടുത്ത ഒരു ഏതോ ഒരു വർഷം. ആ വർഷത്തിൽ നമ്മൾ ITC ആയിട്ട് ഏതെങ്കിലും ഒരു ബെൻസിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് RTPയിൽ പങ്കെടുത്തിട്ട് കാര്യമുണ്ടോ? അല്ലെ നല്ല ചോരത്തളപ്പുള്ള സമയത്ത് നമ്മളങ്ങോട്ട് പോയിട്ട് RTPയിലൊക്കെ കയറിയിട്ട് ബലസനാവുന്നോ നല്ലത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മളല്ലേ നമ്മളെ ബിസിനസ്സിൽ ഉഴപ്പുന്നത്? എന്താ നമ്മുടെ പ്രശ്നം? ഒരു സ്റ്റോക്ക് എടുക്കാൻ പറഞ്ഞാൽ ആളുകൾക്ക് മടി. പ്രൊഡക്റ്റ് വിറ്റ് പോവോ സാറേ? ആരെങ്കിലും വാങ്ങുവോ സാറേ? എന്താ ചെയ്യ സാറേ? SLC പരീക്ഷ എഴുതുന്നതിന് മുന്നേ ഞാൻ തോറ്റു പോവോ സാറേ? അച്ഛ അമ്മ, ഞാൻ അതിനെ കൊണ്ട് SLC ചെയ്തില്ല, ഞാൻ സ്കൂളിൽ പോയിട്ട് 10ാം ക്ലാസ്സിൽ എത്തുമോ, അതിനെ കൊണ്ട് ഞാൻ സ്കൂളിൽ പോവില്ല, അങ്ങനെ ചിന്തിച്ച്? അല്ലല്ലോ. 1-ൽ പോയി, 2-ൽ പോയി, 3-ൽ പോയി, 4-ൽ പോയി, അങ്ങനെ 10-ലെത്തിയില്ലേ? പരീക്ഷ തോൽക്കുന്ന വിചാരിച്ച് പരീക്ഷ എഴുതാ നിൽക്കുക പോയിട്ടാര്? ഇല്ല. നിങ്ങൾ ആദ്യം പ്രൊഡക്റ്റ് വാങ്ങി സ്റ്റോക്ക് ഉണ്ടാക്കി. പല ആളുകളുടെ സ്റ്റോക്ക് ഇല്ല, കുറെ ആളുകൾ എടുത്ത്. എന്റെ ടീമിലൊക്കെ നിങ്ങളതല്ല കേട്ടോ പറഞ്ഞത്, എന്റെ ടീമിലെ കേസാണ് പറയണത്. നിങ്ങളൊക്കെ മിടുക്കന്മാരാന്ന് എനിക്കറിയാം. നമ്മളെ നമ്മളെ ലീഡർ തേരി, നമ്മളെ 2,10,000 വാങ്ങി നമ്മളെ ലീഡർ അല്ലേ, പ്രതീക്ഷട്ടെ. നിങ്ങളെ ടീം മിടുക്കന്മാരാന്ന് നമുക്കറിയാം. എന്റെ ടീം വളരെ സീഡാണ്, അതാണ് പറഞ്ഞത്. സ്റ്റോക്ക് എടുക്കാൻ പറഞ്ഞാൽ പേടി, ഭയം. 5,000 റുപ്യക്കൊക്കെ വാങ്ങണോ? ഒരു 500 1000 വാങ്ങിയാ പോരെ? GTSന് വിളിച്ചാൽ വരൂല അല്ലെ? GTSന് വിളിച്ചാൽ സാറാ ഈ ആഴ്ച നടക്കൂല, അടുത്ത ആഴ്ച നോക്കാം, ഈ ആഴ്ച ചെറിയൊരു പരിപാടി ഉണ്ട്. FSSന് വിളിച്ചാല് സാർ FSS ഇന്നാള് മറ്റേ ലീഡർ എടുത്തില്ലേ, ഞാൻ നമ്മള് കേട്ടല്ല, അതന്നെയല്ലേ പറയാ. നിങ്ങളൊന്ന് പറയും, പോയിട്ട് കേക്കട്ടെ, പറഞ്ഞ മനസ്സിലാക്കി കേക്കട്ടെ. GTSന് വരൂല, GTS ഒന്ന് നിങ്ങൾ പറയും. ഇത് രണ്ടും വരില്ല. ട്രെയിനിങ് പ്രൊഡക്റ്റ് സാർ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടല്ലോ. ഏഹ് അങ്ങനെ പറയും. RTP 2 ദിവസം അല്ലേ, 1000 റുപ്യാവും, നടക്കൂല. എന്നിട്ട് അവസാനം ഇവര് പറയൂ, ഒരു 4-5 മാസം കഴിഞ്ഞാല് എനിക്കൊന്നും കിട്ടിയില്ല മൈ ലൈഫ് ഒന്നും, ഞാനും ഉണ്ടായി ഐഡിയ അടിച്ചിട്ട്. എന്തായിരിക്കും എനിക്കും കിട്ടിയില്ല? ഇവരെന്തേ പരിപാടിക്കൊന്നും പോണ്ടേ? ആദ്യം ഒരു പ്രോഗ്രാമിന് പോണ്ടേ? എന്നാ ഇവര് കുടുംബശ്രീയില് ഭയങ്കര ആളാണ്, ഇവര് റെസിഡൻസ് അസോസിയേഷനിലെ സെക്രട്ടറിയാണ്, ഇവര് രാഷ്ട്രീയ പാർട്ടിന്റെ ഭയങ്കര സംഭവമാണ്, ഇവര് നാട്ടിലെ പൊതുപ്രവർത്തകനാണ്, ഉള്ള കല്യാണത്തിന് പോകും, ഇതിനൊക്കെ ഇവർക്ക് സമയമുണ്ട്. എന്നൊരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറഞ്ഞാൽ സമയമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അത് എഴുതിയിട്ട് വാട്സപ്പിൽ എല്ലാ ആളുകൾക്കും വിട്ട്, FBയിലും മറ്റൊടത്തൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു. ആ സമയത്തിന്റെ കുറെ ആളുകൾ വിളിച്ചത് അനീസാറും ബല്ലിസാറും ഒക്കെ പറഞ്ഞ് അവര് മീറ്റിംഗിലെ കുത്തി കുറിച്ച സാധനമാണ്. അപ്പൊ ഇതല്ലേ സത്യത്തിൽ നമ്മുടെ ടീമിൽ നടക്കുന്നത്? പിന്നെ കുറെ ആൾക്കാരുണ്ട്, ലീഡർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പോകാൻ ഒഴിവുണ്ടാവില്ല. അപ്പൊ ലീഡർമാർ എന്ത് ചെയ്യൂല, പ്രൊമോട്ട് ചെയ്യൂല. സാറേ ഓൾ ഇന്നാള് വന്നത്, അവൾ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞിരിക്കണ്, അപ്പം ചോദിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കാരണം ഇവര് പോകാൻ പറ്റൂല. ഇവല്ലാതെ മറ്റോ ബന്ധുക്കാണെങ്കിൽ ഇവര് മാനക്കേടല്ലേ. അപ്പൊ അടുത്ത ഒരു ഫുൾ സ്റ്റോപ്പാ. ഇതൊക്കെയാണ് നമ്മളെ പരാജയ കാരണം. നിങ്ങൾ വെറുതെ സയൻസ് ഒന്നും ചിന്തിച്ചിട്ട് കാട് കയറി പോണ്ട. ഷെഫീഖ് എന്ന് പറഞ്ഞ ആള് ഇത് തിരിച്ചറിഞ്ഞതിനെ കൊണ്ടാണ് ഇന്ന് ഏകദേശം 1.25 കോടിന്റെ അടുത്തേക്ക് മാച്ച് ആവുന്നത്. ഏകദേശം 1,70,70,000 അടുത്ത് മാച്ച് ആയി കഴിഞ്ഞു. 30 ലക്ഷം 31 ലക്ഷം വന്നാൽ നാഷണൽ ടീം കോർഡിനേറ്റർ ആയി.
മറ്റൊരു ഐഡിയയിൽ 16 ലക്ഷം വന്നിക്കാണ് റീജിയണൽ ടീം കോർഡിനേറ്ററായി. മറ്റൊരു ഐഡിയയിൽ 10 ലക്ഷം വന്നിക്കാണെങ്കിൽ ZDC ആയി. ഇത് കടല് പോലെ കിടക്കുന്ന ബിസിനസ്സാ. ഇത് ഇറങ്ങി അങ്ങ് പ്രവർത്തിക്കണം നമ്മൾ. ഇത് മോട്ടർ വെച്ച് അടിച്ചോളം വീട്ടിലേക്ക് വെള്ളവും. നിങ്ങൾ ഇപ്പോഴും ബക്കറ്റ് ആയിട്ട് ഇടക്കിടക്ക് ആവശ്യമുള്ളത് പോയിട്ട് കോരിയിട്ട് വലിയൊരു ബക്കറ്റിൽ കൊണ്ടുപോയിച്ച് വെക്കും. എന്നിട്ട് അതിന് വേണ്ടി എടുത്തിട്ട് കുറച്ച് നാളെ ഉണ്ടല്ലോ വെള്ളമാണ്, എന്നിട്ട് കുറച്ച് ചെഞ്ഞ് ഒഴിക്കാറ്. വലിയ ടാങ്ക് നിങ്ങൾ വീട്ടിൽ വാങ്ങി വെച്ച് അതിലേക്ക് ഒഴിക്കുന്നത് ആകെ 500 മില്ലി 1000 മില്ലി അങ്ങനത്തെ കുറച്ച് ഒഴിക്കൂ. അത് തീരുമ്പോ അടുത്ത് കൊണ്ടുപോയിക്കൂ. നമുക്കിതിങ്ങനെ നിറഞ്ഞ് തുളുമ്പണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് കൊണ്ട് ഡെയിലി കണ്ടിന്യൂസ് മഴ പെയ്യുന്നത് വരെ തുള്ളുക, അല്ലെ? ക്ഷീണിക്കുന്നത് വരെ അല്ല തുള്ളണ്ട്, മഴ പെയ്യണത് വരെ തുള്ളുക. ഞാൻ അങ്ങനെ തുള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉറപ്പാണ്. ഞാന് എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് 2019 വന്ന് ഏകദേശം 2020 ആകുമ്പോഴത്തേനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരാനിരിക്കുന്ന 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പാലായിൽ ഗവൺമെന്റിലേക്ക് ടാക്സ് അടച്ചിട്ട് വൈറ്റ് മണി ആയിട്ട് പൈസ വാങ്ങുന്ന ആദ്യത്തെ ലിസ്റ്റില് ഫസ്റ്റ് പേരില് എന്റെ വാർഡിൽ എന്റെ പേര് വരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒളവണ്ണ പഞ്ചായത്തിൽ 2ാം വാർഡില് പാലായി ഇന്ന ദേശത്ത് താമസിക്കുന്ന ഷെഫീഖ് പാലായി ആയിരിക്കും ഇന്ന് പാലായിൽ വരുന്ന. ഇനി അതിനകത്തൊന്നുമില്ല, ഇനി ഒരു 5 വർഷവും അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ടാക്സ് അടച്ചിട്ട് കറക്റ്റ് വൈറ്റ് മണി ആയിട്ട് ഉണ്ടാക്കുന്ന ആള് ഷെഫീഖ് ആയിരിക്കും. നമുക്ക് അഭിമാനിക്കാന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ബസ് ഓടിക്കുന്ന ആളായിക്കോട്ടെ, തേങ്ങ വലിക്കുന്ന ആളായിക്കോട്ടെ, എന്ത് ജോലി എടുക്കുന്ന ആളായിക്കോട്ടെ, അവര് വാങ്ങുന്നതായിട്ട് ഉറപ്പില്ലേ? ശോഭേച്ചി, ഞാനും, രാവണൻ എന്ന് പറഞ്ഞ ആളും, യശോദാമേടും, വിനുസാറും, ആനന്ദേട്ടനും ഒക്കെ വാങ്ങുന്ന ആഴ്ചയിൽ വാങ്ങുന്ന 500 റുപ്യ അതിനെക്കാട്ടിയും വിലയുണ്ട്. കാരണം എന്താ അറിയോ? അതിൽ നിന്നൊരു ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത് നമ്മള് കറക്റ്റ് വൈറ്റ് മണി ആയിട്ട് നമ്മൾ വാങ്ങുന്നത്, അല്ലേ? അതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഇതിന്റെ കിട്ടുന്ന പൈസനെ കൊണ്ടാണ് ഇവിടെ നാട്ടിലുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നതും ബോണസ് കൊടുക്കുന്നതും ഒക്കെ. എത്രങ്ങാൻ പൈസ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഗവൺമെന്റിലേക്ക്, നമുക്ക് അഭിമാനിച്ചൂടെ? ഞാൻ ഇടക്കിടക്ക് പറയും, എന്റെ വീട്ടിലൊക്കെ ഓരോരുത്തർ ഗവൺമെന്റ് ജീവനക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര ബിസിനസ്സിൽ വർത്തമാനം പറയുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്ക് പെൻഷൻ ഉണ്ട്, അതുണ്ട്. നിങ്ങൾ പെൻഷൻ വാങ്ങണമെങ്കിൽ നമ്മളൊക്കെ പണിയെടുത്തതിന്റെ കൊണ്ടതൊക്കെ നിന്നാ പെൻഷൻ കിട്ടൂല ഇടക്കിടക്കെ. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു 3-4 എന്റെ കൂടെ വന്നിട്ടുണ്ട് ബിസിനസ്സിലേക്ക്. ആളുകൾക്ക് തിരിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ഇത് തിരിയാൻ നമ്മക്കും തിരിയില്ല, ഓർക്കും തിരിയില്ല. നമ്മളിങ്ങനെ പറയുക, അവിടുന്ന് വന്നാൽ ആളെ കിട്ടും, ഇപ്പുറത്ത് വന്നാൽ 10,000 കിട്ടും, അപ്പുറത്ത് വന്നാൽ എപ്പുറത്ത് വന്നാൽ 1200 10,000 കിട്ടും. പ്ലാൻ പറയാണ് എന്റെ ടീമിലെ പല ആൾക്കാരും, നിങ്ങളല്ലോ. അപ്പൊ ഇതാണ് ബിസിനസ്. അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. പ്രൊഡക്റ്റ് ഒന്നും പറയാനില്ല, ക്ലാസ് പ്രൊഡക്റ്റ് ആണ്. അത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഈ ഇരിക്കുന്ന 47-48 ആളുകൾക്കും ഒരുപാട് അനുഭവങ്ങളും റിസൾട്ടുകളും ഉണ്ടാവും. പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് അതിന്റെ കറക്റ്റ് വഴിയിൽ കൂടെ പോവുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ മികച്ചു നിൽക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നിങ്ങൾക്ക് എനിക്ക് അറിയാം. അതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇനി പ്ലാനും നിങ്ങൾ പലതും പഠിച്ചാണ്. ഇന്ന് FSS ഉണ്ടെന്ന് ആരൊന്ന് ടൈപ്പ് ചെയ്ത് അതിലും നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഞാൻ വിജയിക്കാനുള്ള ഒരു 2 വഴി, 2-3 വഴി ഇവിടെ പറയാൻ നിർത്താം. ഒന്ന്, ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ പ്രോഗ്രാമിന് ആളുകളെ പ്രൊമോട്ട് ചെയ്തിട്ട് കയറ്റും. ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും, എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിന് മാക്സിമം ആളുകൾ എന്റെ ടീമിൽ നിന്നായിരിക്കണം കൂടുതൽ എന്നുള്ള ഒരു വാശിയോട് കൂടിയിട്ട് ഞാനത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങും. ഇനി വരാനിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ സോമകുമാർ സാറൊക്കെ ഇരുന്ന് പ്ലാൻ ചെയ്തു. അതിന്റെ പോസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞ് 800 പ്രോഗ്രാം നിനക്ക് എപ്പോഴാവുന്നേ എന്നും വയ്യ 25 ആളുകൾ ആയി. അപ്പൊ മാക്സിമം ആളുകൾ നിങ്ങൾ അത് മുതൽ ചെയ്യുക. നിങ്ങൾ മാക്സിമം ആളുകൾ നിങ്ങളുടെ ടീമിൽ നിന്നുള്ള ആളുകളെ വരാനിരിക്കുന്ന ഓരോ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ പങ്കെടുപ്പിക്കുക. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ സംഗതി പറഞ്ഞാൽ ഡെയിലി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണ്ടേ, ഒന്നും വിട്ടുപോകരുത്. നമ്മളെ കളിയാക്കാനും ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബാക്കി കാട് കിട്ടിയാലോ പ്രശ്നങ്ങളൊന്നല്ല. നിങ്ങൾക്ക് വേണ്ട ഇനിയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഞാൻ ഇങ്ങനെ 2-3 കാര്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ടീമിൽ ആളുള്ളതും ഇന്ന് ബിസിനസ്സിൽ ആളുള്ളതും. പിന്നെ വിട്ടിട്ട് പോകുന്ന ആളുകളൊക്കെ ഇഷ്ടംപോലെ വരും. വിട്ടിട്ട് പോകുന്ന ആളുകളെ മാക്സിമം ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പ് ചെയ്ത് ഒരു വരുമോ എന്നുള്ളത് നോക്കുക. ഒരു വന്നിട്ടില്ലെങ്കിലും ആ ആളുകളിലേക്ക് നോക്കിയിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. കാരണം എന്താ അറിയോ, കുറെ ആളുകൾ TC ആവണ വരെ നമ്മളെ കൂടെ ഉണ്ടാവും. ഞാൻ RTC ആയപ്പോൾ കുറെ ആൾക്കാരിന് TC ആക്കിയ കുറെ ആൾക്കാർ നിന്റെ കൂടെ ഇല്ല. അവിടെ നിന്ന് ATCയിലേക്ക് എത്തിച്ച കുറെ ആൾക്കാരും ഇല്ല. അവിടെ നിന്ന് DTCയിൽ എത്തിച്ച കുറെ ആൾക്കാരും ഇല്ല. പുതിയ ആളുകൾ വരും. പഴയ ആളുകളെ നിലനിർത്താനുള്ള എല്ലാ പണിയെടുത്തും നിലനിർത്തിക്കൊണ്ടിരിക്കുക.
ഒരു നിലക്കും നടന്നില്ലെങ്കിൽ ഓൻ ചെയ്തിട്ടേ ഞാൻ ചെയ്യൂ, ഓളുണ്ടെങ്കിൽ ഞാൻ വരൂ, ഓളുണ്ടെങ്കിലേ ഞാൻ ഉള്ളൂ എന്നൊന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് ചെയ്യാം. പല ആൾക്കാരും അങ്ങനെ, സാർ ഓളുണ്ടെങ്കിൽ ഞാൻ വരും, ഓളുണ്ടെ പൊളിക്കും. അങ്ങനെ പൊളിക്കാനുള്ള കുറെ ആൾക്കാരുണ്ട്. വളരുന്നവന്റെ കൂടെ നിന്നിക്കാണെങ്കിലേ വളരുള്ളൂ. പൊളിക്കുന്നവന്റെ കൂടെ നിന്നിട്ട് അവൻ പൊളിക്കും. അവൻ ബിസിനസ് പൊളിക്കും നമ്മളെ. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ വളരുന്നവന്റെ കൂടെ നിൽക്കുക നമ്മള്, എന്നാ വളരും. പൊളിക്കുന്നവന്റെ കൂടെ നിൽക്കുക ടീം അങ്ങ് പൊളിക്കും. അത് നിങ്ങളൊന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാം. നമ്മളൊക്കെ അത് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. നമ്മൾ വളരാൻ വന്നിട്ടാണെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അത് ചെയ്യാം. ഒരാളോട് ഞാൻ ഒരപ്ലൈനെ പോലും ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരപ്ലൈനെയും കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാല് ഓരോന്നും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എന്തെങ്കിലും അമിതമായിട്ട് പ്രതീക്ഷിച്ചാലല്ലേ എനിക്ക് ഓരോരുത്തർ എന്തെങ്കിലും, എന്നെ വിളിച്ചില്ല, എന്റെ മീറ്റിംഗിൽ വന്നില്ല, എന്നെ ഫോളോ അപ്പ് ചെയ്തില്ല, എനിക്ക് ആളെ തന്നില്ല. ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയാം. ഞാനൊക്കെ ഈ ബിസിനസ് ഏറ്റെടുത്ത സമയം മുതൽ എനിക്ക് അപ്ലൈനൊന്നും വിളിക്കാൻ നിന്നില്ല. ഓരെ വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും. ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഓരോ ഡയറക്ഷൻ ആ ഡയറക്ഷനിൽ ആ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യും. അല്ലാതെ അപ്ലൈൻ ആളെ കൊണ്ടുവരുന്നത് നോക്കി അപ്ലൈൻ വന്നിട്ട് മീറ്റിംഗ് എടുത്തിട്ട് മീറ്റിംഗ് നടത്താന്ന് നോക്കി ഒന്നും നടക്കൂല. ചില ആൾക്കാരോട് ഒരു എക്സാമ്പിൾ അറിയാം. ദൈവം ഉണ്ടോന്ന് വെച്ചാൽ ആ ദൈവം ഉണ്ട്. ദൈവം മേലെ നിന്ന് എല്ലാം കാണുന്നുണ്ട്. മേലോട്ട് ഒരു നോട്ടാ. ദൈവത്തിനെ മേലോട്ട് നോക്കിയിട്ട് കാര്യമില്ല. ദൈവം ഇവിടെ ഉള്ളത്, നമ്മുടെ ഉള്ളിലുള്ളത്. ഇങ്ങനെ നോക്കിയാലേ ദൈവത്തിനെ കാണുള്ളൂ, ഇങ്ങനെ നോക്കിയാൽ ദൈവത്തിനെ കാണൂല. അല്ലെ? ദൈവം നമ്മുടെ ഒപ്പമുള്ളത്. ശോഭേച്ചിന്റെ ദൈവം മേലല്ല, ശോഭേച്ചിന്റെ കൂടെ ഉള്ളത്. ഷെഫീഖിന്റെ ദൈവം എന്റെ കൂടെ ഉള്ളത്. ഇതിലിരിക്കുന്ന ഓരോ ആളുകളുടെ കൂടെയാണ് ദൈവം ഉള്ളത്, മേലല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കിയാലേ അത് കാണൂ. ഇങ്ങനെ നോക്കിയാൽ കാണൂല. അതേമാതിരി തന്നെയാണ് ബിസിനസ്സിൽ നമ്മൾ ഐഡി. നമ്മൾ ഇങ്ങനെ നോക്കി കുത്തിരിക്കുക മേലോട്ട്. ഇപ്പം വരും, ഇപ്പം വരും, ഇപ്പം വരും വിചാരിച്ചിട്ട് നമ്മുടെ കൂടെ വന്ന ആളുകളെ നോക്കിയാലാണ് നമ്മൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ആളുകളും എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുക. എന്താ പറയാ, കൂടെ വന്ന ആളുകളുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പരം നിന്നിട്ട് വർക്ക് ചെയ്യുക. ചെറിയ ചെറിയ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളുണ്ടെന്നേ. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മൾ അവരോടൊപ്പം നിന്നിട്ടൊന്ന് പ്ലാൻ ചെയ്യുക. അതിന് നേരം കിട്ടാത്ത കാര്യമില്ല. ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ കണ്ടിന്യൂസ് നിങ്ങൾ നടത്തുക. ഫിസിക്കൽ മീറ്റിങ്ങിൽ, ടീം മീറ്റിംഗ് നടത്തുക, പ്ലാനിങ് മീറ്റ് നടത്തുക. ഈ കാര്യങ്ങൾ നിരന്തരം നിങ്ങൾ ചെയ്യുക. ആദ്യമൊക്കെ ഒരു മടുപ്പ് തോന്നും. അടുക്കും തോറും മടുക്കും എന്ന് പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ഉണ്ടാകും. പക്ഷെ ആ ഒരു ലാവയിൽ തിളച്ചിട്ട് ഒയ്യാൻ കഴിയാത്ത കുറെ രത്നങ്ങളെ നമുക്ക് കിട്ടും. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഏഴാൻ ആകാശത്തേക്ക് ഒരു പേട വിട്ടുകയാണെങ്കിൽ ഒരു ഒറ്റ ഇന്ധനത്തിന്റെ മുകളിൽ ഏഴാൻ ആകാശത്ത് എത്തൂല. ഖര ഇന്ധനവും വായു ഇന്ധനവും ഒക്കെ ആയിട്ട് അങ്ങനെ ആറയിൽ ഏറെ അങ്ങനെ പോയാലാണ് സാറ് മേലെ എത്തുക. അതേമാതിരി നിങ്ങൾ ടി സി, എ ടി സി, ഡി ടി സി, സെഡ് ടി സി, എസ് ടി സി, ആർ ടി സി കയറി മുന്നോട്ട് പോകുമ്പോൾ കുറെ ഇന്ധനം വരും, പല ലെവലിലുള്ള ആൾക്കാർ വരും, നല്ല റീറ്റെയിലിംഗ് കപ്പാസിറ്റി ഉള്ള ആളുകൾ വരും. ഇങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വരും. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു കോവിഡിന്റെ സമയത്താന്ന് തോന്നുന്നു ഇതേപോലെ ഒരു സൂം മീറ്റിംഗ് നമ്മൾ എല്ലാവരും പാടെ ഒരുമിച്ച് നടന്നു തുടങ്ങിയത്, അല്ലെ? ഒരുമിച്ച് നടന്നു തുടങ്ങിയത്. അന്ന് ഉസ്താദും അനിൽകുമാർ സാറും ഹരികൃഷ്ണൻ സാറും നമ്മളെല്ലാവരും പാടെ ഒരുമിച്ചിട്ടായിരുന്നു അന്നത്തെ ഒരു സൂം മീറ്റിംഗ് പ്ലാറ്റ്ഫോം. കോവിഡിന്റെ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2020-2021 കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ ആ സൂം മീറ്റിംഗിൽ നിന്ന് ആനന്ദേട്ടനും ശോഭേച്ചിയും അങ്ങനെ കുറെ ആളുകൾ, ഇനി പേരെടുത്ത് പറയാൻ കിട്ടായിട്ടാണ്, അന്നേ ഉള്ള നമ്മളൊക്കെ ഉള്ള ഒരു അടുപ്പം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പക്ഷെ ഈ ഒരു ബന്ധമാണ്. ഡെയിലി രാവിലെ മോർണിംഗ് മീറ്റ് കണ്ട് സംസാരിക്കുന്നതും ആ ഒരു വാക്കുകളും ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ കണ്ടുള്ള പരിചയങ്ങളാണ്. അല്ലാതെ നിങ്ങളെടുത്താൽ എനിക്കൊരു ബീവി കയറിയ, ഞാനെടുത്ത് അങ്ങക്ക് ഒരു ബീവിയെ കയറിയില്ല. എന്നാലും നമ്മൾ എന്തോ ഒരു അടുപ്പം നമ്മളെല്ലാ ആളുകളും ഉണ്ട്. കാരണം എന്താ, അന്ന് മുതലേ കാണുന്ന ആളുകളായതുകൊണ്ട്. അന്ന് മുതലേ നിങ്ങൾ എന്നെയും കാണുന്നുണ്ട്, ഞങ്ങളെയും കാണുന്നുണ്ട്. ഈ ബിസിനസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അറിയാത്ത ആളുകൾ എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും, അറിയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, പ്രവർത്തിക്കും. അല്ലേ? കുറയ്ക്കണ പട്ടി കടിക്കൂല നമ്മൾ പണ്ട് പറയും, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ കുറെ വർത്താനല്ല, ഡ്രസ് കോഡല്ല ലീഡർഷിപ്പ്, എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നതല്ല നമുക്ക് വരുമാനം കൊണ്ടുതരുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാവണം. എനിക്ക് ശക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായി. ആ പ്ലാന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്ലാൻ ചെയ്ത രീതിയിൽ ഞാൻ ഇവിടേക്ക് മാറി. എന്റെ ശക്തമായ ഒരു പ്ലാന്റെ അടിസ്ഥാനത്തിലേക്ക് ഞാൻ ഒരു കാർ വാങ്ങി. എന്റെ ശക്തമായ പ്ലാൻ അനുസരിച്ച് ഞാൻ ബിസിനസ് ചെയ്തു. എന്റെ ശക്തമായ പ്ലാൻ അനുസരിച്ച് ഞാൻ എന്റെ ലയബിലിറ്റീസ് കുറച്ച് 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 വന്നുകൊണ്ടിരിക്കുന്നു. ഓണത്തിന് ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഈ വരുന്ന സെപ്റ്റംബർ 12-ാം തീയതി എന്റെ ടീമിനെയും വെച്ചിട്ട് ഒരു കോൺടെസ്റ്റ് ഒന്നും വെക്കാതെ ഞാൻ ഒരു അനൗൺസ്മെന്റ് ഇട്ടു. ഇങ്ങനെ ഒരു ട്രിപ്പ് പോയാലോ നമുക്ക് 2 ദിവസത്തെ. അത് പറഞ്ഞപ്പോഴത്തേക്ക് ആള് ഫില്ലായി. ഒരു ബസ്സിനുള്ള ആളുകൾ ഓക്കെ കഴിഞ്ഞു. മൂന്നാറും രാമക്കൽമേടും ഒക്കെ ആയിട്ട് എന്റെ ടീമിലുള്ള വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഫാമിലിയെയും കൊണ്ടിട്ട് ഒരു ട്രിപ്പ്. അപ്പൊ ഇതൊക്കെ ഒരു വല്ലാത്ത ലഹരിയാണ്.
കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഡയറക്റ്റ് അമ്മോനല്ല, അമ്മന്റെ ഇതിലുള്ള ഒരു അമ്മോന് കോഴിക്കോട് കോവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് HLS എന്ന് പറഞ്ഞ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉണ്ട്. HLS ലൈറ്റ് ആൻഡ് സൗണ്ട്സ് പറയും. അവരുടെ മോളെ കല്യാണം, അവരുടെ ചെറിയ മോള് ഒരുപാട് ഫിലിമിലൊക്കെ ഉണ്ട്, വാമറിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോ മോളുടെ കല്യാണം വമ്പൻ പരിപാടിയാണ്. എൻ്റെ ഡയറക്റ്റ് അമ്മോനല്ല, ഉമ്മന്റെ അനിയത്തിന്റെ അങ്ങനെ എന്തോ ഒരു ഇതിലുള്ള ഒരു അമ്മോനാണ്, അമ്മന്റെ ആങ്ങളുടെ മോളോ അങ്ങനെന്താണ്. പക്ഷെ നമ്മള് നല്ല ബന്ധത്തിലാണ്, ഒപ്പം ഒരേ തറവാട്ടിന്റെ അടുത്ത് താമസം. ആ കല്യാണം എനിക്ക് വിട്ടുപോയി. എന്റെ തലയിൽ ബിസിനസ്സാണുള്ളത്, അങ്ങനെ അത് വിട്ടുപോയി. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മള് എന്താ പറയാ, പുറമെ ഉള്ളതിനൊക്കെ ഒഴിവായിട്ട് കൂടെ ഉള്ള ആളുകളുടെ വിജയങ്ങൾ മാത്രം മനസ്സിൽ കണ്ടിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ആൾക്കും അങ്ങനെ സാധിക്കട്ടെ. നിങ്ങൾ എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നാളുകളിൽ നിങ്ങൾ ഒരു ചരിത്രമായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ മൈ ലൈഫിൽ ഐഡിയ അടിച്ചതിനെ കൊണ്ട് കാര്യമില്ല. അല്ലാതെ നിങ്ങൾ ശക്തമായിട്ട് വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുക, ശക്തമായിട്ട് നിങ്ങൾ ബിസിനസ്സിനെ ഏറ്റെടുക്കുക, വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈലേസ്റ്റീൽ. മൈക്കിന് ചാടുന്നത്. താങ്ക് യു ഷഫീഖ് സാർ. ഒരുപാട് കാര്യങ്ങൾ ഷഫീഖ് സാർ പറഞ്ഞു.